പാലക്കാടേക്ക് പോകുമ്പോൾ ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം കൂടി ഉണ്ടായിരിക്കുകയാണ്. നെന്മാറയിൽ വീട് തകർന്നു. വിത്തനശ്ശേരി സ്വദേശി രാമസ്വാമിയുടെ വീടാണ് തകർന്നത്. മംഗലം ഡാം ചിറ്റടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തച്ചമ്പാറയിൽ വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, മഴയ്ക്കൊപ്പം തന്നെ പാലക്കാട് നിന്ന് മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ജിൽസി, ഏറ്റവും വലിയൊരു പ്രതിസന്ധി ശക്തമായ കാറ്റാണ്. ഇന്നലെ വൈകുന്നേരവും രാത്രിയിലും പലയിടത്തും കാറ്റുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ അർദ്ധരാത്രി പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങളുണ്ടായി. തച്ചമ്പാറയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. വീടിന് മുകളിലൂടെ മരം വീണു. 22-കാരിയായ സരോജിനി, ഇവരുടെ കൊച്ചുമകൾ 22-കാരി അർച്ചന എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തച്ചമ്പാറയിലെ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വലിയ പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇതുകൂടാതെ നെന്മാറയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. ഒരു പഴയ മൺചുമരുള്ള വീടായിരുന്നു. ഇത് പൂർണ്ണമായി നിലം പൊത്തിയ അവസ്ഥയിലാണ്. ഇതുകൂടാതെ പോത്തുണ്ടി റോഡിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതുകൂടാതെ ഈ റോഡുകളിൽ വാഹനങ്ങൾ മറിയുകയും മറ്റും ചെയ്യുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരും എന്നുള്ളത് കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. എന്തായാലും പാലക്കാടും കനത്ത മഴയും മഴക്കെടുതികളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വീടിന് മുകളിലേക്ക് മരം വീണുള്ള കെടുതികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വലിയ ജാഗ്രത വേണ്ട സമയം കൂടിയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്.